തല മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നീട് കുൻ എന്ന് പറഞ്ഞപ്പോൾ അത് ഉണ്ടായി. സുബ്ഹാനല്ലാഹ്. ഇവിടെ അള്ളാഹ്ക്ക് എന്തും ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു കൺക്ലൂഷൻ അല്ലെ. അള്ളാഹ് ആദം അലൈഹി ഇസ്ലാമിനെ മാതാപിതാക്കളില്ലാതെ ഉണ്ടാക്കാൻ പറ്റും, ഐസ അലൈഹി ഇസ്ലാമിനെ പിതാവില്ലാതെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് നമ്മളുടെ കാഴ്ചയിൽ അല്ലെ അമ്മയും വാപ്പയും ഇല്ലാണ്ട് ഒരു കുട്ടി ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. അപ്പം ഒരു ഭാര്യക്കും ഭർത്താവിലും ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു എന്തെങ്കിലും അല്ലെ സെക്ഷൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ അവർക്ക് കുട്ടി ഉണ്ടാവുകയേ ഇല്ല എന്നുള്ള അതായത് നമുക്കെല്ലാം വളരെ നോർമൽ മീൻസിലേ ചിന്തിക്കാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഈ റിമൈൻഡർ നമുക്കൊരു ആശ്വാസമാണ്. ഐ മീൻ ഈ ഒരു ആയത്ത് നമുക്കൊരു ആശ്വാസമാണ്, അതുപോലെ ഒരു ഓർമ്മപ്പെടുത്തലുമാണ്. കുൻ ഫയക്കുൻ, അള്ളാഹ്ക്ക് എല്ലാം പറ്റും അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളൊക്കെ പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളിലും സ്റ്റക്കായിരിക്കുമ്പോൾ നമുക്ക് തോന്നും, പഠിച്ചോനെ ദുനിയാവിൽ ആർക്കും ഇല്ലാത്തൊരു ടെസ്റ്റ് ആയത്, ഈ ടെസ്റ്റ് ആർക്കും വന്നിട്ടില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ അല്ലെ. അതിന് അത്രയും വേദനാജനകമായ ടെസ്റ്റാണിത്, ഇതിനൊരു പരിഹാരവും ഇല്ല എന്നൊക്കെ നമുക്ക് വർഷങ്ങളോളം ചിലപ്പോൾ ചില പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ അൽ ഖദീർ എന്ന് പറഞ്ഞ ആ ഒരു സിഫ അല്ലെ, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ആ സിഫത്ത് നമ്മൾ മറന്നു പോകുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. കാരണം അള്ളാഹ്ക്ക് ഇതുപോലെയുള്ള വണ്ടേഴ്സ് അല്ലെ, അതായത് വാപ്പയും ഉമ്മയും ഇല്ലാണ്ട് ആദം അലൈഹി ഇസ്ലാമിനെയും വാപ്പയില്ലാതെ ഐസ അലൈഹി ഇസ്ലാമിനെയും അള്ളാഹ്ക്ക് സൃഷ്ടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല അല്ലെ. കാരണം നമ്മൾ വിചാരിക്കും ഇപ്പോ ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു കപ്പിളിന് കുട്ടികൾ ഉണ്ടായില്ലെങ്കിൽ ഓക്കെ വാപ്പയും ഉമ്മയും പിന്നെ ഏതെങ്കിലും ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും കുട്ടികൾ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കും. ഓ പ്രശ്നമാണ് അല്ലെ, നമ്മൾ ആ ഒരു മീൻസ് നമുക്ക് അവിടെ ഇല്ലാണ്ടായി. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത അത്ഭുതങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ നേച്ചറിന് പോലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് അള്ളാഹ് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നമ്മളുടെ പ്രശ്നത്തിന്റെ സൊല്യൂഷനെ അൺലോക്ക് ചെയ്യാന്നുള്ളത് അള്ളാഹ്ക്ക് വലിയൊരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. മാത്രമല്ല ആ ലോക്ക് ഇട്ടത് അള്ളയാണ് അല്ലെ. നമ്മുടെ ജീവിതത്തിൽ എന്തൊരു പ്രശ്നമാണെങ്കിലും ആ ലോക്ക് കൊണ്ടുവന്നത് അള്ളയാണ്. ആ ഒരു ലോക്ക് അള്ളാഹ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അൺലോക്കും അള്ളാഹ് തന്നെ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സൊല്യൂഷൻ അള്ളാഹിന്റെ അടുത്ത് തന്നെ ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഈസാ അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉപ്പയില്ലാണ്ട് സൃഷ്ടിച്ചപ്പം അവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. ഒരു തൗഹീദിന്റെ ഒരു ടെസ്റ്റാണ് അതല്ലേ. കാരണം അള്ളാഹ്ക്ക് അറിയാം കുറെ ആളുകൾ ഇതിന്റെ പേരിൽ ട്രാക്ക് വിട്ടു പോകും. കുറെ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് ട്രാക്ക് വിട്ടിട്ട് ഈസാ അലൈഹിസ്സലാമിനെ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹ്. നമ്മളുടെയും ജീവിതങ്ങളിലെ പല ടെസ്റ്റുകൾക്കും സുബ്ഹാനല്ലാഹ് തൗഹീദിന്റെ പല ലെവലുകളിലുള്ള ടെസ്റ്റുകൾ, അത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല പരീക്ഷണങ്ങളും നമുക്കുള്ള തൗഹീദിന്റെ പല ലെവലിലുള്ള ടെസ്റ്റാണ്. അതിൽ ഏറ്റവും ചുരുങ്ങിയത് അത് നമുക്ക് ഒരു പ്രശ്നം വരുമ്പം അള്ളാഹിനെ മാത്രമാണോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു ടെസ്റ്റെങ്കിലും എന്തായാലും ഉണ്ടാവും. എന്ത് കുഞ്ഞു ടെസ്റ്റ് വന്നു കഴിഞ്ഞാലും സുബ്ഹാനല്ലാഹ്. അല്ലെങ്കിൽ അള്ളാഹ്ക്ക് മാത്രമേ ഇതിന് പരിഹാരം തരാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ടെസ്റ്റ്, അതിൽ നമ്മൾ എത്തുന്നുണ്ടോ, അതിലേക്ക് നമ്മുടെ വിശ്വാസം പോകുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റ് ആയിരിക്കും. സുബ്ഹാനല്ലാഹ്. ആൻഡ് വേറെ പല രീതിയിലും തൗഹീദിന്റെ ടെസ്റ്റുകൾ വരാം അല്ലെ. കാരണം നമ്മൾ എന്തിനോടെങ്കിലും ആരോടെങ്കിലും അറ്റാച്ച്ഡ് ആണെങ്കിൽ അത് അള്ളാഹിന്റെ മേലെയാണോ, കാരണം അതിനൊന്നും അള്ളാഹു വലിച്ചു കഴിയുമ്പോൾ നമുക്ക് ആകെ കൂടെ നമ്മുടെ ജീവിതം ഇല്ലാണ്ട് താളം തെറ്റി അള്ളാഹിനെ മറന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. തൗഹീദിന്റെ ടെസ്റ്റാണ് അല്ലെ. അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നം വരുമ്പം അത് ഏതെങ്കിലും ഒരു പ്രത്യേക ആളുകൾക്ക് അല്ലെങ്കിൽ പ്രത്യേക എക്സ്പേർട്സിന് അല്ലെങ്കിൽ പ്രത്യേക ഗ്രൂപ്പിനെ അതിനൊരു പരിഹാരം തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരിൽ ഭയങ്കരമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. അവരൊന്ന് കാല് മാറിക്കഴിഞ്ഞാൽ നമുക്ക് താങ്ങാനാവാണ്ടാവുക. അങ്ങനെ നമ്മുടെ റിലയൻസ്, നമ്മുടെ തവക്കുൽ ആരില്ല എന്നുള്ള ടെസ്റ്റ്, അങ്ങനെ നമുക്ക് ജീവിതത്തിൽ വരുന്ന ഓരോ ടെസ്റ്റും. ഇവിടെ ഈസാ അലൈഹിസ്സലാമിനെ ഉപ്പയില്ലാണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചപ്പം വന്ന തൗഹീദിന്റെ ടെസ്റ്റ് പോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ടെസ്റ്റും നമ്മൾ തൗഹീദ് എവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അളക്കുന്നതാണ്. അപ്പം അതിനകത്ത് നമ്മൾ വിജയിച്ച് അള്ളാഹുൽ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിനകത്ത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും, തൗഹീദിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അപ്പം ഓർക്കുക, എന്ത് ടെസ്റ്റ് ആണെങ്കിലും നമ്മൾ കടന്നു പോകുന്നത് അള്ളാഹു എന്താണ്, അൽ ഖദീർ ആണ്. അള്ളാഹ്ക്ക് കുൻ എന്ന് പറയേണ്ട കാര്യമുള്ളൂ, ഫയക്കൂൻ അതവിടെ ഉണ്ടാവും അല്ലെ. അപ്പം എന്ത് വന്നു കഴിഞ്ഞാലും അത് നമുക്ക് എന്താ പറയാ, പ്രാക്ടിക്കലി എത്ര ഇമ്പോസിബിൾ ആണ് തോന്നിക്കഴിഞ്ഞാലും, ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കടക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാലും, ഇത് ഭയങ്കര പ്രയാസമാണ് എനിക്ക്, എന്താ പറയാ, ഇത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇത് ഭയങ്കര നാണക്കേടാണ്, അല്ലെങ്കിൽ ഇതില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ ഓരോ ടെസ്റ്റിനും ഓരോ നേച്ചറാണ് അല്ലെ. എന്ത് വിചാരിക്കുക, എന്ത് വന്നു കഴിഞ്ഞാലും അള്ളാഹുൽ ഡിപ്പെൻഡ് ചെയ്യുക ഫുൾ ഈമാനോട് കൂടി. ഓക്കെ. അതിനകത്ത് കൺസിസ്റ്റന്റ് ആയിട്ട്, അത് നിരാശപ്പെടാതെ സൊല്യൂഷൻ അള്ളാഹിന്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞ് കൺസിസ്റ്റന്റ് ആയിട്ട് അള്ളാഹുൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം. അതിന്റെ കൂടെ നമുക്ക് വേണ്ട പരിഹാരത്തിനുള്ള സ്റ്റെപ്പുകളും എടുക്കുക. ഓക്കെ. ആൻഡ് സ്റ്റെപ്പുകൾ എടുക്കുമ്പം ഒരിക്കലും നമ്മുടെ വിശ്വാസം സ്റ്റെപ്പുകളിലായി പോകരുത്. അതായത് നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു രോഗം വന്നിട്ട്
ചികിത്സിക്കലാണ് അതിന്റെ സൊല്യൂഷൻ, ചികിത്സയിലാണ് അതിന്റെ സൊല്യൂഷൻ ഉള്ളത് അല്ലെ. പക്ഷെ ചികിത്സിക്കുമ്പോൾ പഠിച്ചനെ ആ ഡോക്ടർ തന്നെ കിട്ടിയെങ്കിൽ ആ ഡോക്ടർ നാട്ടിലില്ല, അപ്പൊ പിന്നെ അവിടെ നമുക്ക് ഷിഫ തരുന്നത് റബ്ബാണ്. അതുപോലെ ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ പ്രശ്നം വരുമ്പോഴും നമ്മുടെ ഡിപ്പെൻഡൻസ് തവക്കൽ കംപ്ലീറ്റ്ലി അള്ളാഹുലായിരിക്കുക. സൊല്യൂഷൻ അള്ളാഹ് തന്നെ തരുന്ന കൺസിസ്റ്റന്റ് ആയിട്ട് വിശ്വസിച്ചുകൊണ്ട് ക്ഷമയോടുകൂടി ദുആ ചെയ്യുക. അള്ളാഹ്ക്ക് ഒരു കുൻ പറയേണ്ട ആവശ്യമേ ആ കാര്യത്തിലുള്ളൂ എന്ന് വിശ്വസിക്കുക. പക്ഷേ നമ്മൾ ട്രൈ ചെയ്യണം, പ്രാക്ടിക്കൽ സ്റ്റെപ്സ് എടുക്കണം. പ്രാക്ടിക്കൽ സ്റ്റെപ്സ് എടുക്കുമ്പോഴും നമ്മൾ എന്ത് സ്റ്റെപ്പാണോ എടുക്കുന്നത് ആ ഒരു കാര്യത്തിൽ ആ ആളിൽ അല്ലെങ്കിൽ ആ ഒരു എന്തിലാണോ നമ്മുടെ സൊല്യൂഷൻ ഉള്ളത് അതിന്റെ മേലെ നമ്മുടെ ഡിപ്പെൻഡൻസ് ആയി പോകാതിരിക്കുക. ഓക്കെ, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിഹാരം തരുന്നത് എന്തായാലും ഇതുപോലെയുള്ള മീൻസിലൂടെയാണ് അല്ലെ. അപ്പൊ നമ്മൾ രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കുമ്പോഴാണ് അതിന് അള്ളാഹ് ഷിഫ തരുന്നത്. അല്ലാതെ ചികിത്സയൊന്നും ഇല്ലാണ്ട് അള്ളാഹ് പടച്ചോന്റെ ചോറ് വെട്ടും വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ നടക്കൂല. അത് ഇസ്ലാമികമല്ല അല്ലെ. ഇസ്ലാമികം എന്ന് പറയുമ്പോൾ ഏതൊരു പ്രശ്നത്തിന്റെയും സൊല്യൂഷൻ എവിടെയാണ്? വസ്തഈനു ബിസ്സബ്രി വസ്സലാ അല്ലെ. അള്ളാഹിന്റെ അടുത്ത് സഹായം തേടുക സബർ കൊണ്ടും നമസ്കാരം കൊണ്ടും ദുആ കൊണ്ടും. അപ്പൊ ദുആ ചെയ്യുക, ട്രൈ ചെയ്യുക. അത് ഒരു സ്റ്റെപ്പ് വർക്ക്ഔട്ട് ആയില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ട്രൈ ചെയ്യുക. ബിസ്വബർ എന്ന് പറഞ്ഞതിന്റെ ആ ഒരു വസ്തഈനു ബിസ്സബ്രി വസ്സലാലെ സബറിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ മുമ്പ് ആ ആയത്തിൽ തന്നിട്ടുണ്ട് അല്ലെ. അപ്പം എന്താണോ ഏത് സിറ്റുവേഷൻ ആണോ അവിടെ സബറോടുകൂടി വീണ്ടും 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 ട്രൈ ചെയ്യുക. അതേപോലെ വീണ്ടും 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 അള്ളാഹ് തന്നെ സൊല്യൂഷൻ തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഇരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൈവിടൂല.